ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്നലെ രാവിലെ നന്ദന ഔട്ടായതിൻ്റെ ഒരു വീഡിയോ രാവിലെ തന്നെ ചെയ്തിരുന്നു, 8 മണിയോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരുപാട് പേര് പറഞ്ഞു എപ്പിസോഡ് പോലും ഷൂട്ടായില്ല, നമുക്ക് എങ്ങനെ ഔട്ടായിരുന്നു. നമുക്കറിയാം ഔട്ടാകുന്ന ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതിനുശേഷം നോറ നോറ സീക്രട്ട് റൂമിലാണ്, 2 മണിക്കൂറത്തേക്ക് മാത്രമാണ് സീക്രട്ട് റൂമിൽ ഇട്ട് അതിനുശേഷം തിരിച്ചു വരും എന്നുള്ള കാര്യവും നമുക്കറിയാം. എന്തിനായിരിക്കും നോറേനെ അങ്ങനെ വെച്ചത്? ശരിക്കും നോറ എലിമിനേറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ നന്ദനയും സായും തന്നെയായിരുന്നു പോകേണ്ടത്. പക്ഷേ അവിടെ ബിഗ് ബോസ് നോറേനെ സീക്രട്ട് റൂമിൽ ഇട്ടൊരു പ്ലേ കളിച്ച് സായിക്ക് മറ്റൊരു സൂചന കൊടുത്തു. അതെന്താണെന്നല്ലേ അത് നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ അപ്സരയും അൻസിബയും രണ്ടുപേരെയും എലിമിനേറ്റ് ആക്കാതെ ഒരാളെ ഈ ഒരു മെത്തേഡിലൂടെ സേഫ് ആക്കാമായിരുന്നു. അതിനും ബിഗ് ബോസ് ഒരു കളി കളിച്ചു. എന്തൊക്കെയാണ് ആ കളികൾ? അതാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന്, നന്ദന ഔട്ടായി. ഏറ്റവും കുറവ് വോട്ട് നന്ദനക്കായിരുന്നു. നന്ദനക്കാട്ടിലും ഒരുപാട് ദൂരം ഡിഫറൻസ് ഉണ്ടായിരുന്നു സായിക്ക്, അതിലും ഡിഫറൻസ് ഉണ്ടായിരുന്നു നോറയ്ക്ക്, അതിലും ഡിഫറൻസ് ഉണ്ടായിരുന്നു ശ്രീധുവിന്. അപ്പോൾ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ സായിയും നന്ദനയും എവിക്റ്റ് ആയേനെ. അപ്പോൾ അവരുടെ പ്ലാനിൽ അവർ ഒരാളെ എവിക്റ്റ് ആക്കിയിട്ട് സായിയെ എവിക്റ്റ് ആവാതെ സായിക്കും ഒരു സൂചന കൊടുത്ത് നോറയാണ് അടുത്ത ഔട്ടാവേണ്ട ആള് എന്ന് സായിക്കും ഹൗസിലുള്ളവർക്കും സൂചന കൊടുത്ത് നോറേനെ ശരിക്കും സേഫ് സോണിൽ നിർത്തി, അല്ലെങ്കിൽ സീക്രട്ട് റൂമിൽ നിർത്തിയതിന് ശേഷം സായിക്ക് ഒരു തെറ്റിദ്ധാരണ ഇട്ട് കൊടുത്തു. കാരണം സായിക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന രീതിയിൽ ഒരു സൂചന കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ബിഗ് ബോസ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ? സായി അടുത്താഴ്ച ഔട്ടായി പോയില്ല എന്ന് സായി വിശ്വസിക്കും, ഹൗസ് മേറ്റ്സ് വിശ്വസിക്കും. അങ്ങനെ ഇടുത്തിയായിട്ട് അടുത്താഴ്ച സായി ഔട്ടായേക്കാം. ഇനി നോറേനെ ഔട്ടാക്കാതെ എന്തുകൊണ്ട് സേവ് ആക്കുന്നു? ശരിയാണ്, നോറേനെ സേഫ് ആക്കുന്ന കാരണം നോറ വാസസ് ജിൻഡോ കണ്ടന്റ് ഒരാഴ്ച കൂടി കൃത്യമായിട്ട് അവർക്ക് ഓടിച്ച് അന്തരീക്ഷത്തിൽ കത്തിച്ച് നിർത്താൻ തന്നെയാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് അവർ നോറേനെ സേഫ് ആക്കുന്നത്. നോറ ഔട്ടായതിനു ശേഷം നോറ സീക്രട്ട് റൂമിൽ ഇരിക്കുന്നു. നോറ അടി ഉണ്ടാക്കുന്നത് കൂടുതലും ജാസ്മിനും ജിൻഡോയോ ആയിട്ട് തന്നെ ആയിരിക്കും. നോറയ്ക്കെതിരെ ജിൻഡോയോ ജാസ്മിനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോറ തിരിച്ചു വന്ന് അതവിടെ ഒരു വിഷയമാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് നോറേനെ സീക്രട്ട് റൂമിലേക്ക് അയച്ച് കൊണ്ട് നോറേനെ അവർ സേഫ് ആക്കി അവിടെ നിർത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ബിഗ് ബോസിന്റെ അടുത്ത പ്ലാൻ എന്ന് നോക്കാം. ബിഗ് ബോസ് ഈ ആഴ്ച എല്ലാവരും ടെൻഷനിലാണ്. കാരണം അടുത്ത ആഴ്ച 8-ാം തീയതി മുതൽ പഴയ ഹൗസ് മേറ്റ്സ് വരും. അവർ ഏതാണ്ട് ഒരാഴ്ച കൂടുതൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഫിനാലെ വീക്കിലേക്ക് പോകും. ഫിനാലെ വീക്കിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും കാണത്തില്ല. സ്പോൺസേഡ് ടാസ്കുകൾ എന്തെങ്കിലും ചെറുതായി കാണാൻ സാധ്യതയുള്ളൂ. അപ്പം ഈ ആഴ്ച പണപ്പെട്ടി ടാസ്ക് വരുമെന്നാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. പണപ്പെട്ടി ടാസ്ക് വന്നാൽ അത് എടുക്കാൻ സാധ്യത ഉള്ള ഒരാൾ നോറയുണ്ട്, അതുപോലെ സായി ഉണ്ട്, സിജോ പോലും എടുത്തേക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നോറേനെ സീക്രട്ട് റൂമിൽ ഇട്ട് നോറയ്ക്കൊരു സന്ദേശം കൊടുക്കുകയാണ്, താൻ സേഫാണ്, തന്നെ പ്രത്യേകം ശുശ്രൂഷിക്കുക, അപ്പോൾ താൻ പണപ്പെട്ടി എടുക്കണ്ട എന്ന്. സായിക്കും ഒരു സൂചന കൊടുത്തിരിക്കുകയാണ്, താനും സേഫാണ്, ടോപ്പ് 5-ലേക്ക് എത്തി, താനും പണപ്പെട്ടി എടുക്കേണ്ടതാണ്. ഈ പണപ്പെട്ടി ആരും എടുക്കാതെ പോയിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് കളിച്ച മറ്റൊരു കലയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. ഇനി അൻസിബ അപ്സര വിഷയത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ പുറത്താക്കിയതെന്ന് നോക്കാം. ഈ വോട്ടിന്റെ കാര്യമൊക്കെ നമുക്ക് മാറ്റി നിർത്തിയ വോട്ട് ചിലപ്പോൾ അവസാന നിമിഷത്തിൽ രണ്ടുപേരിൽ 2 പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവാം. പക്ഷേ ഒരാളെ എവിക്റ്റ് ആക്കിയ മറ്റൊരാളെ ഇങ്ങനെ എന്തുകൊണ്ട് സേഫ് ആക്കിയില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന്, അൻസിബയ്ക്കാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് ഉള്ള ഒരു വ്യക്തി. അങ്ങനെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് ഉള്ള ഒരു വ്യക്തി ഔട്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അവരുടെ സേഫ് ആക്കത്തേ ഇല്ല, അതിനി എന്തൊക്കെ കണ്ടന്റുകൾ കൊടുത്താലും. ഇനി അപ്സരേനെ വിട്ടാക്കാനുള്ള കാരണം അപ്സരയ്ക്കും വോട്ട് കുറവായിരിക്കാം. പക്ഷെ പുറത്തുള്ള കോൺട്രവേഴ്സീസ്, ഹസ്ബൻഡിന്റെ വിഷയം, ഹസ്ബൻഡ് അഖിൽമാരാർ ഇഷ്യൂ ഒക്കെ കാരണം തന്നെയാണ് ഇനി അപ്സര ഏറ്റവും പിന്നാലെ പോകാൻ, അൻസിബ ഉൾപ്പെടെയുള്ള ഒരു പിന്നാലെ പോകാനുള്ള കാരണം പോലും അഖിൽമാരാറിന്റെ ആരാധക ബന്ധമായിരുന്നു. കാരണം അപ്സര പുറത്തു പോകാൻ അഖിൽമാരാറിന്റെ ഗ്യാങ് നല്ലൊരു കളി കളിച്ച് അവർ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഋഷിക്കും അതിനുശേഷം താഴെ വരാൻ സാധ്യതയുള്ള ശ്രീധുവിനും ഒക്കെ നല്ല ശതമാനം വോട്ടുകൾ ചെയ്യിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻസിബ താഴെ വന്നത് പോലും. അല്ലെങ്കിൽ അൻസിബയൊക്കെ സേഫായി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായതിനെ. ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഈ രണ്ടുപേരെയും അവർ എവിക്റ്റ് ആക്കാനുള്ള സാധ്യത. ഒരാളുടെ സാമ്പത്തികവും മറ്റൊരാളുടെ കോൺട്രവേഴ്സീസും കാരണമാണ് ബിഗ് ബോസ് എവിക്റ്റ് ആക്കി കളഞ്ഞത്. അല്ലെങ്കിൽ
നോറയൊക്കെ എവിക്റ്റായി പോകാനുള്ള ആളുകളായിരുന്നു. എന്നിട്ട് പോലും നോറയൊക്കെ ഹൗസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നോറ വാസസ് ജിൻഡോ ഒരു സ്ട്രാറ്റജി ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പണപ്പെട്ടി ടാസ്കിൽ എന്തോ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞതിന് ശേഷം റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.